സദൃശവാക്യം 15:1 പറയുന്നു, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വളരെ സംഘർഷം നിറഞ്ഞ ലോകത്തിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പലപ്പോഴും ജീവിത പങ്കാളികൾ തമ്മിലായാൽ പോലും വഴക്കുകൾ നടക്കാറുണ്ട്, വാഗ്വാദങ്ങൾ നടക്കാറുണ്ട്. ആ സമയത്ത് ഒരു ദൈവ പൈതലിൻ്റെ റെസ്പോൺസ്, പ്രതികരണം എങ്ങനെയായിരിക്കണമെന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. ഒരാൾ ദേഷ്യത്തോടെ വരുമ്പോൾ നമ്മുടെ മൃദുവായിട്ടുള്ളൊരു ഉത്തരം, അല്ലെങ്കിൽ നമ്മൾ വളരെ ശാന്തമായിട്ട് സംസാരിച്ചാൽ അവരുടെ കോപവും അവരുടെ ക്രോധവും എല്ലാം ശമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ അത് ശമിക്കണമെന്നില്ല, പക്ഷേ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ആ കോപവും ആ ക്രോധവും ശമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരാൾ സംസാരിക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി നൽകുക എന്നുള്ളതല്ല മൃദുവായ ഉത്തരം എന്ന് പറഞ്ഞാൽ. അവരങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളും വിട്ടുകൊടുക്കരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കാതെ, അതൊരു ഭീരുത്വമല്ല, നേരെ മറിച്ച് അതൊരു ആത്മനിയന്ത്രണമാണ്. നമ്മളെ തന്നെ നിയന്ത്രിച്ച് മൃദുവായിട്ട് ഉത്തരം പറയുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും പലരും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, അവർ സംസാരിക്കുമ്പോൾ അതിനകത്തുള്ള കണ്ടന്റ് മാത്രം നമ്മൾ എടുത്താൽ മതി. ചിലപ്പോൾ സംസാരിക്കുന്ന രീതി പലതുമായിരിക്കും, പക്ഷെ അതിനകത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തെറ്റ് പറ്റിയെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുവാനും, ഒരു സോറി പറഞ്ഞാൽ അത് തീരുന്ന പ്രശ്നമാണെങ്കിൽ വളരെ ശാന്തമായി ദയവായിട്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുവാനുള്ളൊരു മനസ്സും ഉള്ളവരായിരിക്കുക. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അവിടെ ഗിദെയോൻ എഫ്രൈമ്യരോട് സംസാരിച്ച ഒരു രീതിയുണ്ട്. എഫ്രൈമ്യർ വളരെ ദേഷ്യത്തോടുകൂടെ വന്നപ്പോൾ, ക്രോധത്തോടുകൂടെ വന്നപ്പോൾ വളരെ സൗമ്യനായി, വളരെ മൃദുവായി ഗിദെയോൻ സംസാരിച്ചൊരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ വേദപുസ്തകം പറയുന്നു, അവരുടെ ക്രോധം തണുത്തുപോയി, അവരുടെ കോപം ശമിച്ചുപോയി. പ്രിയമുള്ളവരെ, ഇത് നമുക്കൊരു മാതൃകയാണ്. കാരണം ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമ്മുടെ നാവ് കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം പണിയുവാൻ കഴിയും, അല്ലെങ്കിൽ ഒരു ബന്ധത്തെ നമുക്ക് നശിപ്പിക്കുവാനും കഴിയും. എന്നാൽ ദൈവമക്കളുടെ നാവുകൾ സാന്ത്വനമരുളുന്ന നാവായിട്ട് മാറട്ടെ. ദൈവമക്കളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചിയേറിയ വാക്കുകളായിട്ട് മാറട്ടെ. ദൈവമക്കൾ കേൾക്കുവാൻ വേഗതയുള്ളവരും സംസാരിക്കുവാൻ താമസമുള്ളവരും ആയിരിക്കട്ടെ. ദൈവമക്കളുമായി ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ, ആരെങ്കിലുമൊക്കെ ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ ഉടനടി എടുത്തടിച്ചതുപോലെ റിയാക്ട് ചെയ്യാതെ വളരെ ഒന്ന് ആലോചിച്ച് ശാന്തമായി മനസ്സിനെ ശാന്തമാക്കി പ്രതികരിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം. ശാന്തമായ മനസ്സോടുകൂടെ സൗമ്യമായിട്ട് സംസാരിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയട്ടെ. ഗോഡ് ബ്ലെസ് യു.